ഗായ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. ഇന്ന് നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ മരിച്ച ദിവസമായതുകൊണ്ട് എൻ്റെ 2 പിള്ളേർക്ക് അവധിയാണ്. അപ്പം ഞാനൊരു പാർട്ടിയിലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. അത് കണക്ക് ഉമ്മൻചാണ്ടി സാറ്, അങ്ങനെ 2-3 പേര് എനിക്ക്. ഞാനൊരു പാർട്ടിയിലും ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പാർട്ടിയിലും ഇല്ല. അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ ഞാൻ. അപ്പം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു റെസ്പെക്റ്റൊക്കെ തോന്നുമല്ലോ ഓരോരുത്തരോട്. അങ്ങനെ 2 വ്യക്തികളായിരുന്നു. ഒന്ന് ഉമ്മൻചാണ്ടി സർ, ഒന്ന് VS അച്യുതാനന്ദൻ സർ. സോ എന്ത് ആവട്ടെ, പ്രായമായി, അവരൊക്കെ മരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ 2 മക്കൾക്കും ക്ലാസ് ഇല്ല. അതുകൊണ്ട് ജോമോൻ രാവിലെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി, പിന്നെ എഴുന്നേക്കുന്ന ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലോങ് വീഡിയോ ഇട്ടാലോ എന്ന്. സോ വെൽക്കം ടു അവർ ലോങ് വീഡിയോ. എവിടെ നീ? എവിടെ ഉരുപ്പ് ആരെയാണത് പല്ലിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി ഒരു മേലൊക്കെ കഴുകി വന്നു, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. തല രാത്രി കുളിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ പ്രത്യേകിച്ച് തലയിലൊന്നും പണിയുന്നില്ല. എപ്പോഴും തല്ലിട്ട് പണിത് കഴിഞ്ഞാൽ 1-10 രൂപയേ ഉള്ളൂ, അതും കൂടി പോയി കിട്ടും. സോ മുടിയൊക്കെ ഒന്ന് കെട്ടി, ഇതുണ്ടോ വെട്ടീൻ്റെ ഗുണമാണ്. സോ ഇതൊക്കെ നമുക്കൊന്ന് ഒതുക്കി വയ്ക്കാം. 1000 സ്ലൈഡ് ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്തുകൂടി എങ്ങാനും ആരെങ്കിലും മാഗ്നറ്റുമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അത് ചുട്ടുപിടിക്കും ഗൈസ്. അതുപോലെ നിറയെ സ്ലൈഡുകളാണ് എനിക്ക്. ഓക്കെ, അത്യാവശ്യം ഒന്ന് സെറ്റായി. ഇനി എല്ലാവരും നമ്മുടെ ലൈവൊക്കെ കാണുമ്പോൾ പറയും, നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. എടാ സീരിയലൊന്നും അല്ലല്ലോടെ മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എല്ലാവരുടെയും ആ ഒരു അഭിപ്രായം മാനിച്ച് നമ്മൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു. കെട്ടിയ വന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന മോയ്സ്ചറൈസർ. അത് കുറച്ച് നമുക്ക് തേച്ച് കൊടുക്കാം. മേല് കഴുകിയതല്ലേ, നനവോടെ എന്തെങ്കിലുമൊക്കെ ദേഹത്ത് പറ്റുന്നത് നല്ലതാണെന്നാണല്ലോ നമ്മുടെ വിമൽകുമാർ സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇച്ചിരി മതി കേട്ടോ. കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. നമുക്ക് ഡാൻസിലറിൻ്റെ കണ്ണെഴുതുന്ന സാധനമൊന്നുമല്ല, ഈ സാധനം വേണ്ട ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തുതരാം. ഇനി ആൾക്കാർ പറഞ്ഞിട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ഞാൻ ഈ കിടുതാപ്പൊന്നും ചെയ്യുന്ന ആളല്ല. ഞാനിങ്ങനെ പച്ചയ്ക്ക് നിൽക്കുന്നത് എല്ലായിടത്തോട്ടും പോകുമ്പം ചെയ്യും കേട്ടോ. എന്നാലും ആൾക്കാർ പറഞ്ഞത് കേട്ടില്ല എന്നൊന്നും വേണ്ട. അങ്ങനെ ഓക്കെ. സിന്ദൂരം ഇട് ചേച്ചി, കമ്മലിട് ചേച്ചി, മാലയിട് ചേച്ചി എന്നൊന്നും പറഞ്ഞ് ഞാനിടില്ല. ഇത് തന്നെ വെരി ഡിഫിക്കൾട്ട്. എന്നാലും ഞാൻ ചെയ്തു. ഓക്കെ, അങ്ങനല്ലോ ഞാൻ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങിയത്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മകൾ വീടൊക്കെ നല്ല സെറ്റപ്പായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടടിക്കാം. ഏഞ്ചിൽ പുട്ടടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ചപ്പാത്തിയും പരിപ്പും എൻ്റെ മകള് മാക്സിമം എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ സാമ്രാജ്യമാണ് ഗൈസ്. അപ്പം ഞാൻ രാവിലെ ഇന്ന് രാവിലെ എന്തായിരുന്നു ഇത്, ചോറുണ്ടേയും പരിപ്പുണ്ടേയും പിന്നെ ചപ്പാത്തി ഉണ്ടേയും. ഇതൊക്കെയാണ് നമ്മൾ രാവിലെ ജോമോന് കൊടുത്തു വിട്ടാൽ. പപ്പടവും കൂടി വറുത്ത് കൊടുത്ത് വിട്ടായിരുന്നു. അത് മതി, ആഡംബരങ്ങളൊന്നും കാണിച്ചിട്ട് അറിയില്ലല്ലോ.
അപ്പം ഞാൻ ചപ്പാത്തി കഴിക്കട്ടെ. ദാല്, ചപ്പാത്തി, ഉള്ളി. ഞാൻ ചപ്പാത്തി കഴിച്ചു ഗൈസ്. ചപ്പാത്തി ഞാൻ വണ്ടി പോകുന്ന ഒരു ചെറിയ ശബ്ദങ്ങൾ, വലിയ വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കും. അപ്പം 2.5 ചപ്പാത്തിയാണ് ഞാൻ കഴിച്ചത്. വളരെ തിന്നായിട്ടുള്ള ചപ്പാത്തിയാണ്. ജിമ്മിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ഡയറ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. കപ്പിനകത്താണോ വെള്ളം കുടിക്കുന്നതെന്ന് ചോദിക്കരുത്. ഗ്ലാസ്സിനകത്ത് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദാഹം മാറത്തില്ല. അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് മാക്സിമം കുടിക്കും. അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ നന്നായിട്ട് അറിയാവുന്നവർ, പുതുതായിട്ട് കാണുന്നവർക്കും നമ്മളെ അറിയില്ല കേട്ടോ. പുതുതായിട്ട് കാണുന്നവരൊക്കെ പുതുതായിട്ട് കാണുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്കറിയാം. ഈ മാസം 2-ാം തീയതി എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതെനിക്ക് 10-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല കേട്ടോ. ആഘോഷിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജോമന് പനി വന്നു, പിന്നെ എനിക്ക് പനി വന്നു, പിന്നെ ചെക്കന് വയ്യാണ്ടായി. അപ്പം ഓരോരോ ആഴ്ച ഗ്യാപ്പ് വിട്ടിട്ട് വന്നുകൊണ്ട് നമുക്ക് ബർത്ത്ഡേസ് ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കത്തില്ലല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പം ഇന്ന് ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ നമ്മൾ ആഘോഷിക്കുമ്പോഴാണല്ലോ നമ്മുടെ ആഘോഷങ്ങൾ. അപ്പോൾ ദൈവത്തോട് ചോദിച്ചു, തമ്പുരാനെ ഇന്നൊന്ന് ആഘോഷിച്ചോട്ടെ. അപ്പോൾ പുള്ളി പറഞ്ഞു ആഘോഷിക്കുക. അപ്പോൾ ജോമോൻ ഇതറിയത്തില്ല, പിള്ളേർക്കും ഇതറിയത്തില്ല. ചെക്കന് നമ്മൾ കേക്കിന് ചുറ്റും അവന് ട്രെയിൻ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് ബർത്ത്ഡേയുടെ തലേദിവസമൊക്കെ പോയി നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി. അപ്പോൾ അന്ന് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് 2 പേർ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, മമ്മി എനിക്ക് വലിയ കേക്കൊന്നും വേണ്ട, എനിക്ക് മിനി കേക്ക് മതി, കൈക്കകത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് കേക്ക് മതി, അല്ലെങ്കിൽ ബെൻറ്റോ കേക്ക് മതി എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെക്കൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ തീമിൽ സ്പൈഡർമാൻ വേണം, പിന്നെ എന്നെ ഹൾക്ക് വേണം. ഹൾക്ക് കേൾക്കൊന്നും വേണ്ട, അപ്പം സ്പൈഡർമാൻ തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് വെച്ചാട്ടോ ഗൈസ്. നിങ്ങൾ ഓർത്തോണം, ഒരു ബേക്കറിൻ്റെ അവസ്ഥ നിങ്ങൾ ഓർത്തോണം. എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വന്തം വീട്ടിലൊരു കേക്ക് മുറിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. അത് കണക്കാണ് നമുക്കിട്ട് പണി കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവൻ്റെ പ്രിൻ്റ് ഔട്ട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കേക്കിന് ചുറ്റും ട്രെയിൻ ഓടിക്കുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ പോയതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടേ ആദ്യം ജോമന് വന്നു. എന്നാൽ ഒരുമിച്ച് വന്നാൽ കുഴപ്പമില്ലായിരുന്നു, ഒരുമിച്ച് തീർന്നേനെ. ആദ്യം ജോമന് പനി വന്നു, അത് കഴിഞ്ഞ് എനിക്ക് വന്നു, പിന്നെ ചെക്കനെ വയ്യാണ്ടായി. അങ്ങനെ നീണ്ട് ഇവിടം വരെ എത്തി. അപ്പം ഇന്ന് ആരും പ്രതീക്ഷിക്കായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു, അപ്പനും മക്കളും ഒക്കെ പ്രതീക്ഷിച്ചു, ഇനി ഈ പ്രാവശ്യം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ സർപ്രൈസ് കൊടുക്കണ്ട. അപ്പോൾ ജോമനൊന്ന് ജോലിക്ക് പോയേക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ ഈ കേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മകൾ ചോദിച്ചു, ഇതാർക്കാ മമ്മി? ഞാൻ പറഞ്ഞൊരു കേക്ക് ഓർഡർ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി ചെയ്തേക്കുന്ന കേക്ക് ഓർഡറാണ് എന്ന് പറഞ്ഞു. അപ്പം ആ മിനി കേക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവളിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതുങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാണെന്ന് പറഞ്ഞാലും പറ്റുന്ന രീതിയിൽ ഇന്ന് ആഘോഷിക്കാമെന്ന് ഞാൻ വെച്ചു. വലിയ മോടാകൂടി പരിപാടികളൊന്നുമില്ല, കേക്ക് കട്ട് ചെയ്യും, അത്ര തന്നെ. അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് കേക്ക് ഞാൻ പറഞ്ഞ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അവൾ പറഞ്ഞ മിനി കേക്ക്, അന്ന് പറഞ്ഞിരുന്ന കേട്ടോ. ഇപ്പോൾ 2 ഫ്ലേവറിൽ ഞാനത് ചെയ്തു. പിന്നെ ചെക്കന് വേണ്ടിയിട്ട് ഒരു 1 kg വെയിറ്റ് വരുന്ന ഒരു ടോൾ കേക്കും ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമ്മൾ ജിമ്മിലോട്ടുള്ള സാധനങ്ങൾ ബേബിക്ക് കേക്കിൽ വെക്കാൻ ടോയ് ട്രെയിൻ മേടിക്കാൻ വന്നു. സ്പൈഡർമാൻ മേടിക്കുന്നു. ഇവിടെ ഫുള്ളും ടോയ്സാണ് കേട്ടോ, ഇഷ്ടം പോലെ ടോയ്സാണ്. നിറയെ ഒരു ഫ്ലോറ് ഫുള്ളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടോയ്സാണ്. ഏതാ എടുക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ. പിള്ളേരെ കൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടും, കയ്യിൽ നിന്ന് കാശ് പോകുന്നത് നമ്മൾ അറിയില്ല. നോക്കിക്കേ,
ഫുൾ ടോയ്സാണ്, ഫുൾ ടോയ്സ്. പുത്തമ്പള്ളിയുടെ സമീപമാണ് കേട്ടോ ഈ കടയുള്ളത്. അതേണ്ടടാ ഹൾക്കൊക്കെ നിൽക്കുന്നു, ഹൾക്ക് കേട്ടോ, ഹൾക്ക്. അവഞ്ചേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവഞ്ചേഴ്സ്, ഹൾക്ക് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ജിമ്മി അല്ലേ ഇത്? ജിമ്മി അല്ല, ഥാറ് കണ്ടോ, ഥാറിൻ്റെ 5 ഡോറ്. വാവ്. JCBകൾ ഉണ്ടോ? ഡോൾ ഹൗസിൻ്റെ ആണ് കേട്ടോ. തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് സമീപം ഡോൾ ഹൗസ് എന്നാണ് നമ്മുടെ സ്പൈഡർ കൂട്ട അവഞ്ചേഴ്സിൻ്റെ ഫുൾ സെറ്റ് കണ്ടോ. ടഷ് ടഷ് ടഷ്. റോൾസ് റോയ്സ് അത്? റോൾസ് റോയ്സ് അല്ല, എവിടെ റോൾസ് റോയ്സ്? കണ്ടോ റോൾസ് റോയ്സ് ഫുള്ള് സംഭവങ്ങൾ സെറ്റ്. നമ്മൾ പണ്ട് ഇതിനകത്തൂടെ നോക്കിയിട്ട് വേണ്ട ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ക്യാമറ കൂടി കാണിക്കാൻ പറ്റുമോ? കാണില്ലേ? ഇങ്ങനെ ഞെക്കി 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 നോക്കുമ്പോൾ കാണുന്ന ടൈപ്പ് സാധനം അടിപൊളിയുണ്ട് കേട്ടോ. അത് നമ്മുടെ മിക്കിയുടെയും മിന്നിയുടെയും പിന്നെ ഇവൻ്റെ പേരെന്നാ, ഇവൻ്റെ പേരെന്നായിരുന്നു? മിനിയൻസ്. അങ്ങനെ കുറേ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഞെക്കുമ്പോൾ കാണുന്ന സാധനം ഇഷ്ടം പോലെ ഫുള്ള് ഒരേ ക്യൂട്ടായിട്ടുള്ള. കരയുന്ന സ്പൈഡർമാൻ, ഇതേപോലെ ഞെക്കുമ്പോൾ കരയുന്ന സ്പൈഡർമാൻ. ഇത് ഞാൻ കരയില്ല. അയ്യേ വൃത്തികെട്ട സ്വഭാവം. അവൻ്റെ ക്യാരക്ടറെ മാറ്റി മറിച്ച് കളഞ്ഞല്ലോ. കണ്ടോ നോക്കിക്കേ, മറ്റേ ചെണ്ടകള് എയർ ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പൊട്ടില്ല. എയർ ഇന്ത്യയുടെ അല്ലാത്തതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഫ്ലോർ സിംഗിൾ. നമ്മളൊരു ട്രെയിൻ മേടിച്ചിട്ടോ. ഇത് മിനി കാർ. ഇത് മറ്റേ മെറ്റൽ കാറാണോ? ചിലത് മെറ്റലല്ല. വെയിറ്റ് നോക്കാം, വെയിറ്റ് നോക്കി അറിയാം. എല്ലാം കൂടി തോന്നുന്നു വെയിറ്റ് ഒന്നും അല്ല, മെറ്റലെല്ലാം തോന്നുന്നു. ഇഷ്ടംപോലെ കാണുന്നു. മറ്റേ സ്കിപ്പിംഗ് അല്ലേ, സ്കിപ്പർ അല്ലേ? സ്കിപ്പർ. ഹലോ കിറ്റി. ഹലോ കിറ്റി. ഇറക്കമാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. ഫുൾ ഫ്ലോറിൽ ഉണ്ടോ? അയ്യോ കയറിയ കട ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്.